കടങ്ങോട് പഞ്ചായത്തിലേക്ക് ബി.ജെ.പി. നടത്തിയ സമരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതുമാണെന്ന് വൈസ് പ്രസിഡന്റ് പി.എസ്. പുരുഷോത്തമൻ, മെമ്പർ സി.വി. സുഭാഷ് എന്നിവർ പറഞ്ഞു. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന സമരം മാർച്ചും ധർണയിലും അവർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, വാസ്തവ വിരുദ്ധവുമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അത് തങ്ങളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ആഭാസ സമരങ്ങളാണ് ബി.ജെ.പി. നേതൃത്വം അറിവോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന പഞ്ചായത്താണ് കടങ്ങോട്. മുൻവർഷങ്ങളിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചതിന് സർക്കാരിൽ നിന്നും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പുതുക്കിയ പെർമിറ്റ് ഫീസ്, നികുതി എന്നിവ ബി.ജെ.പി. അംഗം ഉൾപ്പെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച് 2 ബി.ജെ.പി. അംഗങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനയാണ് പാസാക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ബി.ജെ.പിയുടെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത്. പിണറായി വിജയൻ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ചെറിയ ഏതെങ്കിലും സഹായം കൊണ്ടാണ് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് റോഡുകൾ ഏറ്റവും കൂടുതൽ ജില്ലയിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതൊരു പഞ്ചായത്താണ്, തുടർന്ന് നടന്നു വരുന്നുണ്ട്. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. പഞ്ചായത്തിനകത്ത് ഇവരുടെ ഇത്തരം ആവാസ സമരങ്ങൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്നാണ് ഭരണസമിതിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഹരിതകർമ്മസേന സർക്കാർ പാസാക്കിയ ഫീസാണ് വാങ്ങുന്നത്. പഞ്ചായത്ത് പണം കൈപ്പറ്റുന്നില്ല. ജൽജീവൻ മിഷൻ അടക്കമുള്ള ഒരു കുടിവെള്ള പദ്ധതിയും കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈകിപ്പിക്കുന്നില്ല. തൃശൂർ ജില്ലയിൽ ജൽജീവൻ മിഷന് വാട്ടർ ടാങ്ക് പണിയാൻ 20 സെന്റ് സ്ഥലം കൈമാറിയ ഏക പഞ്ചായത്താണ് കടങ്ങോട്. എല്ലാ വാർഡുകളിലും പൈപ്പിടൽ പൂർത്തിയാക്കി കഴിഞ്ഞു. വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ നുണപ്രചരണങ്ങൾ നടത്തി ബി.ജെ.പി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് പി.എസ്. പുരുഷോത്തമൻ, മെമ്പർ സി.വി. സുഭാഷ് എന്നിവർ പറഞ്ഞു. ജലജീവനുമായി ബന്ധപ്പെട്ട വിഷയം, ജലജീവന് തൃശൂർ ജില്ലയിലെ കേരളത്തിൽ തന്നെ സ്വന്തമായി സ്ഥലം കൊടുത്ത് ടാങ്ക് പണിയുന്ന ഒരു പഞ്ചായത്താണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്ററോളം പൈപ്പ് ലൈൻ നീട്ടൽ പ്രക്രിയ നടന്നിട്ടുള്ളത്. ദേശമംഗലത്ത് സ്ഥലമെടുത്ത് ടാങ്ക് പണിയുന്നതിന് വേണ്ടി കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി.